നിങ്ങളുടെ കോണ്ടന്റില് ഈ പറഞ്ഞ പോലെ സെക്ഷൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ആളുകൾ സാധാരണ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് എൻഡോസ് ചെയ്യുന്നത് ഞാൻ അധികം കണ്ടില്ല. പക്ഷെ നിങ്ങളുടെ പ്രൊഡക്ട്സും അങ്ങനെ എൻഡോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു സെക്ഷൽ എൻഹാൻസ്മെന്റിന് സഹായിക്കുന്ന ടാബ്ലറ്റ്സ്, അങ്ങനത്തെ എന്താ പറയുക ജാംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ ഇതാക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ ഇത് നിങ്ങളിത് ചെയ്യുന്നതൊക്കെ ഇങ്ങനത്തെ കുറവ് കൊണ്ടാണ് ഇത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഇതൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് സത്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം ഇവർക്ക് ഒരു പ്രൊമോഷൻ, ആ സമയത്ത് ഒരു പ്രൊമോഷൻ വന്നു, ഒരു ആയുർവേദിക് എന്ന് പറഞ്ഞിട്ടാണ് കണ്ടത്. നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞ ഓക്കെ എടുക്കാം. അപ്പൊ ഹെയർ ഓയിൽ ഇവിടെ പറഞ്ഞ ഒരു ഹെയർ ഓയിൽ കിട്ടിയിട്ടുണ്ട്, നീ പോയി ചെയ്താൽ മതി, ഇത്ര പൈസ കിട്ടും. ഓക്കെ പോയി അവിടെ പോയി നോക്കുമ്പോ ആള് പറയുന്ന ഇത് ഉത്തേജനത്തിന്. ഉത്തേജനം ഞാൻ ഇതുവരെ കേട്ടില്ല. ഉത്തേജനത്തിന് സമയക്കുറവിനൊക്കെ എന്താ സാധനം നമ്മൾ എന്തായാലും കൂടി പോയിട്ടുണ്ട്. നമുക്ക് മനസ്സിലായില്ല ഇത്. ലാസ്റ്റ് പറയും ഇത് ബലക്കുറവിനൊക്കെ സംഭവം എന്താണ് ഇത്, ഒരു ഇങ്ങനെയുള്ളൊരു സാധനം. അങ്ങനെ ഇതെന്തായാലും നമ്മൾ അഡ്വാൻസ് വാങ്ങി തിന്നു, തിരിച്ച് പൈസ കൊടുക്കാനില്ല, നമ്മൾ ചെയ്തു. പിന്നെ അത് മില്യൺ അടിച്ചു, ഒരു 5 മില്യണോ 4 മില്യൺ അങ്ങനെ അടിച്ചു. നെക്സ്റ്റ് പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു. ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പൈസ കൂട്ടി പറയും, കുഴപ്പമില്ല പൈസ ഒക്കെയാണ്, ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ഈ പൈസ പറയും, ഓക്കെയാണ്. പിന്നെ നമുക്ക് മനസ്സിലായി നമ്മളിത് എത്ര കൂട്ടി പറഞ്ഞാലും നമുക്ക് ഇവർ ഈ പൈസ തരും. മനസ്സിലായി, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എത്ര പൈസ കൂട്ടി പറഞ്ഞാലും അവർ തരും. അങ്ങനെയായി. അതായത് നമ്മളിപ്പോ നോർമലി ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ 10,000 വാങ്ങുന്നുണ്ടെങ്കിൽ ഇവരോട് നമ്മൾ 20,000 പറഞ്ഞാൽ ഇവർ ഓക്കെ പറയും. 25,000 പറഞ്ഞാൽ ഓക്കെ പറയും, ഓക്കെ ചെയ്തോളൂ എന്ന് പറയും. എനിക്ക് 2 വീഡിയോ വേണം, മാസത്തിൽ 2 വീഡിയോ വെച്ച് വേണമെന്ന് പറയും. ഇപ്പൊ കോൺട്രാക്ട് ഉണ്ട്, നമുക്ക് മാസം ഒരു 4 കോൺട്രാക്ട് ഉണ്ട്. അങ്ങനെയാണ് പ്രൊഡക്ട്സിന്റെ. അതിന്റെ അഡ്വാൻസ് അടിച്ച് തിന്നോ? ഇല്ല, ഇത് അന്ന് അങ്ങനെ സംഭവിച്ചോണ്ടാണ്, അല്ലെങ്കിൽ ഒഴിവാക്കുമായിരുന്നു. സത്യം. ഇങ്ങനെ പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് എന്താ, ഇത് ആളുകൾക്ക് ഗുണമായിരിക്കോ ദോഷമായിരിക്കോ, അങ്ങനത്തെ കൺസേൺസ് ഒക്കെ ഉണ്ടോ? നമുക്ക് ഒരുപാട് വരുത്തുണ്ട്, ഒരുപാട് സാധനം വരും. അപ്പൊ നമ്മൾ അതിൽ നല്ലത് നോക്കിയിട്ട് മാത്രം എടുക്കും. ആൾക്കാരുടെ അഭിപ്രായം, അവരുടെ വീഡിയോസിന്റെ ഇടയിലുള്ള കമന്റ് ബോക്സിലുള്ള അഭിപ്രായം, കാര്യങ്ങൾ നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് നമ്മൾ എടുക്കും. അത്യാവശ്യം ഒരു ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ഒരുപാട് വരുത്തുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 2 വെച്ചിട്ട് വരും, ഡെയിലി 2 വെച്ചിട്ട് വരും. നമുക്ക് ഇതുവരെ അറിയില്ല, അതായത് ഇങ്ങനെ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് അറിയാം, മെഡിക്കൽ ഷോപ്പിലൊക്കെ ഉണ്ടെന്ന് അറിയാം, അതൊക്കെ പോലത്തെ സാധനം ഉണ്ടെന്ന് അറിയാം. അല്ലാണ്ട് ഇതുപോലെ ഇത്രയും കമ്പനികളുണ്ട്. ഞാൻ 1, 2, 3 കമ്പനികൾ അത്രയും ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. ഇതൊരു 30-40 കമ്പനികൾ നമുക്ക് ഇപ്പം തന്നെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്രപാട് കമ്പനികളുണ്ട്. മെഡിക്കൽ ഡോക്ടർമാരെ കാണാൻ വരുന്ന പോലത്തെ അവസ്ഥയല്ല. വന്നിട്ട് കമന്റ് ബോക്സിൽ നമ്മളോട് ഇൻബോക്സ് ചോദിക്കും, ബ്രോ എങ്ങനെ സെറ്റ് ആണോ? ഞാൻ ഇതൊരു ഉപേക്ഷിക്കുന്നു. കൂട്ടുകാര് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള പേഴ്സണൽ ലൈഫ്, അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ, കൺടെന്റ് ക്രിയേഷൻ അല്ലാത്ത സമയങ്ങൾ ചെലവഴിക്കുന്നത്? രണ്ടാളും മാത്രം. നമ്മള് കൂട്ടുകാരായിട്ടൊന്നും നമുക്ക് ഇല്ല, നമ്മള് പഴയ കൂട്ടുകാരായിട്ടൊന്നും ബന്ധമില്ല. അതായത് എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ആള് ഗൾഫിലാണ്, UAE-ലാണ്. അപ്പൊ ആള് നാട്ടിൽ വന്നാൽ മാത്രമേ ഞാൻ ആളപ്പുറം പുറത്തു പോകും. ഞാൻ വേറെ കൂട്ടുകാരായിട്ടൊന്നും ഞാൻ പോക്കില്ല. ഞാൻ ഇവളും തന്നെയാ എവിടെയും പോകണ്ടെങ്കിൽ. അത് കല്യാണത്തിന് മുമ്പ് നമ്മൾ രണ്ടാളും തന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോകും, അല്ലാണ്ട് ഞാൻ കൂട്ടുകാരപ്പുറം ഇരിക്കില്ല. അത് എന്താ അറിയില്ല, അവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടുന്നുണ്ടാവൂല, നമുക്കറിയില്ല. ഞങ്ങളിപ്പോ പോയിരുന്ന അവർക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ, അതുകൊണ്ട് നമ്മളായിട്ട് പോക്കില്ല. അല്ല, പക്ഷെ സാധാരണ കൂട്ടുകാരുടെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞു. നമ്മളെ ഒരു സർക്കിള് ഉണ്ട്. അതായത് ഒന്ന് എന്നാ പറഞ്ഞില്ല, UAE-ലുള്ള ആള്, പിന്നെ ഇവളുടെ ഒരു അയൽവാസി ഒരാളുണ്ട്, പിന്നെ വേറൊരാളുണ്ട്. അങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കൂട്ടുകാരടുത്ത് പോയി ഇരിക്കലൊന്നുമില്ല. നമ്മള് തന്നെയാണ് അപ്പുറം ഇപ്പുറം പോക്ക്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരടുത്ത് പോയി ഇരിക്കൂല. അപ്പൊ ഞാൻ എന്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ വെച്ചാൽ, നിങ്ങൾ കണ്ണൂരുകാരാണല്ലോ, അപ്പൊ നിങ്ങൾ വല്ല ബീച്ചിലൊക്കെ പോയിട്ട് വൈകുന്നേരം കുറെ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് വരുന്നതായിരിക്കും. നമ്മളിപ്പോ പരിചയപ്പെട്ടല്ലോ, ഇനിയിപ്പോ നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മളിപ്പോ ഇരുന്നപ്പോ നമ്മൾ എന്ത് വേണമെങ്കിൽ അപ്പുറം ഓപ്പൺ ആയിട്ട്, നമുക്ക് പറ്റുന്നവരോട് നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അപ്പൊ എല്ലാത്തവരോട് നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇട്ട് ഓക്കെ അല്ലേ ഇപ്പൊ പ്രൊമോഷനൊക്കെ ഓരോ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ പിള്ളേരുണ്ടാവും. പിള്ളേരോട് സംസാരിക്കാൻ പഠിക്കാൻ അവർ നമ്മളതായ മൈൻഡാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങും, നമ്മളതായ സംസാരം നമ്മൾ സംസാരിക്കും, അവരുടെ ലെവലൊക്കെ വർത്താനം പറയും. അപ്പോ എല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഓക്കെ വീഡിയോ എടുക്കും, കഴിയും, തീർന്നു, അവിടെ തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പുതിയത്. പഴയ ആൾക്കാർ അങ്ങനെ ആദ്യം ഒരുപാടുണ്ടായിരുന്നു, 10-50 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ ഒരു 5-6 അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. നമ്മളായിട്ട് തന്നെ ഒഴിവാക്കിയതാണ്. ആരും നമ്മളെ ഒഴിവാക്കിയതല്ല, നമ്മളായിട്ട് തന്നെ ഒഴിവാക്കിയതാണ്.
ഇല്ല ഞാനാരും ഇല്ല ഇവള് അങ്ങനെ ഞാൻ മിങ്കിളാവൂല. മിങ്കിളാവില്ല. ഇവളിപ്പോ ഒരു ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇവള് പറയും നമുക്ക് ശരിയില്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പൊ 1 മിനിറ്റ് കണ്ടാൽ മതി, ഞാൻ ഫ്രണ്ടായി, ഞാൻ ഒപ്പം ചായ കുടിക്കാൻ പോയി ചായ കുടിച്ചിട്ട് എവിടെയെങ്കിലും ഇവള് വിളിക്കുന്നത് ഞാൻ ഇവന്റെ ഫ്രീഡം ചോളെ അപ്പോഴത്തേക്ക് ചങ്ങായി പറയാൻ നോക്കും. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെ അടലോ ഇങ്ങനെ കാണുന്നില്ല. ഇവളെ റൂമില്ല, ഞാൻ താഴെ ഒരാളോട് സംസാരിച്ച് നമ്മൾ താഴെ പോയി ചായലും കുടിച്ചിട്ട് മുകളിലേക്ക് അങ്ങനെയാണ് ഒരാൾ കിട്ടിങ്ങനെ അയാളോട് സംസാരിച്ച് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ തമ്മിൽ മാത്രമേ സെറ്റ് ആവുള്ളൂ അല്ലേ? അല്ലാതെ നിങ്ങൾക്ക് നമ്മളങ്ങനെ ഇവളങ്ങനെ വേറെ ആരും ഞാൻ പിന്നെയും സെറ്റ് ആവും ആൾക്കാരായിട്ട്. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫ്രണ്ട്സ് അതായത് ഒരാൾ യുഎയിൽ ഉണ്ട്, പിന്നെ ഒരാൾ നാട്ടിൽ, ഇങ്ങനെ അങ്ങനെ കുറച്ച് 2-3 ഒക്കെ ആയിട്ടുണ്ട്. ഇവക്ക് തീരില്ല. ഇവൾക്ക് ആകെ 1-2 കൂടി പോയാല്, അതിൽ കൂടുതൽ ഇവള് വെച്ചിട്ടില്ല. ഇവളെ സ്വഭാവം പറഞ്ഞാല് പോയിക്കോളൂ. എനിക്ക് പിന്നെ പോവാൻ കഴിയില്ലല്ലോ. മറ്റേ 90s കിഡ്സിനെയും ജെൻസി കിഡ്സിനെയും വെച്ചിട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് മറ്റേ 90s കിഡ്സ് ഈ സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ ഭാര്യനെ ചവിട്ടിക്കൊല്ലും, നമ്മള് മൊത്തം ഈ മറ്റേ ഡ്രഗ്സും കഞ്ചാവും എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ അങ്ങനത്തെ വയലൻസിന്റെ ആൾക്കാരാണെന്നുള്ളത്. അതിന് ഭയങ്കര ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. അത് അതിനും ഭയങ്കര പോസിറ്റീവ് ആയിട്ടായിരുന്നു. അതിന് 90s കിഡ്സ് വന്നിട്ട് ഭയങ്കര പൊങ്കാലായിരുന്നു. നമ്മള് കമന്റ് ബോക്സ് ഇങ്ങനെ തിരി കത്തിച്ചു കൊടുത്തു, അവിടുന്ന് പൊട്ടി. കണ്ണൂര് വൈബില്ല. കോഴിക്കോടിനാണ് വൈബ് കൂടുതൽ, കണ്ണൂരിന് അത്ര വൈബില്ല. അതിപ്പോ റിയാലിറ്റി പറഞ്ഞാൽ നമ്മളത് ജസ്റ്റ് അവരങ്ങനെ അപ്പുറം കമ്പാരിസൺ വരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. അതായത് ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. അതായത് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിബേറ്റ് നടക്കണം ഈ കമന്റ് ബോക്സിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ വായിച്ചിരിക്കണം. ഓരോ ആൾക്കാർ ഇപ്പം കമന്റ് അതിനിടയിൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതായത് ഒരു 2 മാസം മുമ്പിട്ട് വീഡിയോ, ഇപ്പോൾ അതിന്റെ ഇടയിൽ കമന്റിൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. കണ്ണൂരാണ് അടിപൊളി, കോഴിക്കോട്ടാണ് അടിപൊളി. നമ്മൾ ഇത് ഇതുവരെ തീർന്നില്ലേ? അങ്ങനെയുണ്ട്. നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ തമ്മിൽ തല്ലിക്കാനല്ല, അതായത് ഡിബേറ്റ് നടക്കണം ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പുറം ഇപ്പുറം തമ്മിൽ തല്ലിക്കുക, അപ്പൊ അതിനകത്ത് തല്ലാകുന്നതാണ് ഓട്ടോമാറ്റിക്കലി. അങ്ങനെ ഇനി എപ്പോഴെങ്കിലും ഇത് മാറ്റി പിടിച്ചിട്ട് ഭയങ്കര വെജിറ്റേറിയൻ കണ്ടന്റ് ചെയ്യാം, അതായത് അങ്ങനത്തെ റീൽസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതായത് നോർമൽ കപ്പിൾ ഫ്രണ്ട്ലി റീൽസ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറാം, അങ്ങനെ ആലോചിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെയല്ല, നമ്മൾക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കലുണ്ട്. അതായത് നമ്മളിപ്പോ ഞാൻ തന്നെ ലാസ്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോ ആടുന്ന ഒരു ഡോക്ടറാണോ എന്താണോ മെഡിക്കൽ റെപ്പാണോ എന്താണെന്ന് അറിയില്ല, ആളൊരു 10-40 വയസ്സുണ്ടാവും ആൾക്ക്. ആളെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഞാൻ ഈ ജോബൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ആശ്വാസമാണ് നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ. നല്ലൊരു പോസ്റ്റ്, അതായത് ഭയങ്കര കോമഡി, ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു 5-6 ആൾക്കാർ നമ്മളോട് പറഞ്ഞു, ഡയറക്റ്റ് വന്നിട്ട് പറഞ്ഞു, ഡയറക്റ്റ് മെസ്സേജ് അയക്കലുണ്ട്. വേറൊരു സംഭവം ഉണ്ട്, ഇതുവരെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇതേപോലത്തെ ഒരു കൊളാബ്. ഒരു കൊളാബ് കിട്ടീന്. അതായത് നമ്മളിപ്പോ മെയിൻലി കൊളാബ് കിട്ടാന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രൊമോഷൻ കിട്ടും, ഷോപ്പിന്റെ പ്രൊമോഷൻ, അതായത് പ്രൊഡക്ട്സ് കിട്ടും. ഇത് ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ട് പറയുക, മോനെ ഞാൻ നിന്റെ ഒരു കുടുംബം, നിനക്ക് എത്ര മണി പൈസ തരാം, എന്റെ 1 മാസത്തെ സാലറി ഞാൻ നിനക്ക് എനിക്ക് വേണ്ടി ഒരു വീഡിയോ തരണം. ഞാൻ ചേച്ചി പറഞ്ഞോളൂ, എന്താണ് പ്രൊഡക്റ്റ്, എന്താണ് പ്രൊഡക്റ്റ്? ഒന്നുമല്ല, എന്റെ കുടുംബക്കാർക്കെതിരെ എനിക്കൊരു വീഡിയോ ചെയ്യണം. ഞാൻ എന്റെ 1 മാസത്തെ സാലറി എനിക്ക് തരാം, എനിക്ക് കുഴപ്പമില്ല, എന്നെ അത്രക്ക് ഉപദ്രവിക്കുന്നു എന്റെ കുടുംബക്കാർ, അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യും. എനിക്ക് എന്താ ഞാൻ എന്റെ ഒരു കൂട്ടുകാരന് മെസ്സേജ്, ആള് അത്യാവശ്യം വീഡിയോസ് ഇടുന്നു. ഞാൻ ചേട്ടാ നിനക്ക് എന്തൊക്കെ പ്രൊമോഷൻസാണ് കിട്ടുന്നത്? ഷോപ്പ് കിട്ടുന്നുണ്ട്. അവർ വേറെ എന്തൊക്കെ കിട്ടുക, ഇങ്ങനത്തെ പ്രൊഡക്റ്റ് മേക്കപ്പ് ഐറ്റംസ്, ഞാൻ വേറെ എന്തൊക്കെ കിട്ടാ, വേറെ ഇതൊക്കെ തന്നെ കിട്ടാൻ. ഞാൻ പറഞ്ഞു വേറെ കിട്ടാത്ത എന്താ ഉള്ളത്, കിട്ടാത്തതൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു സാധനം കിട്ടി, ഇതൊരു കുടുംബക്കാർക്കെതിരെ ഒരു വീഡിയോ ചെയ്യണം, ഇങ്ങനെ പ്രൊമോഷൻ കിട്ടും. അവർ എനിക്കിതുവരെ കിട്ടിയില്ല, ഇത് നിനക്ക് മാത്രം കിട്ടിയതാണ്. അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ജസ്റ്റ് ഒരു കുടുംബക്കാരെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. അപ്പൊ ഈ ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടാ പറയുന്നത്. പൈസ ഒന്നും വേണ്ട, കരണ്ടോട്. അപ്പൊ പാവത്തിന് അത്രക്ക് ഉപദ്രവിക്കുന്നുണ്ടാവും ആൾക്കാര്. അതായത് എന്റെ അച്ഛന്റെ ഫാമിലിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛന്റെ അനിയനും ഫാമിലിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു വീഡിയോ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒന്ന് അവരെ കാണിച്ചിട്ട് നീ ഒരു വീഡിയോ ആണ്, നിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റിലേറ്റ്. ഞാൻ സ്റ്റോറി ഇടലുണ്ട്, ഞാനും ഹസ്ബൻഡും കണ്ട് ചിരിക്കലുണ്ട്. ഞാൻ പറഞ്ഞു അതെയാ, ഞാൻ ഒരു പൈസ ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ഒരു വീഡിയോ ചെയ്ത് തരാം, എനിക്ക് ഇപ്പം കുറച്ച് ഒരു തിരക്കുള്ള സമയമാണ്, ഞാൻ എന്തായാലും ചെയ്തു തരാം. ഒരു 2 ആഴ്ച മുമ്പ് അല്ലേ, 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ ഇതൊക്കെ കൊളാബ് കിട്ടുമോ,